ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ആഗീസ് ടേസ്റ്റ്. ഞാൻ എത്തിയിരിക്കുന്ന ഒരു ചെറിയ ചൂര മീനുണ്ടല്ലോ, ചൂരക്കുഞ്ഞ്. ഞങ്ങളിവിടെ പറയുന്നതിന് മാങ്ങാച്ചൂര എന്നാണ് കേട്ടോ. ഇത് മാങ്ങ ഇട്ട് തേങ്ങ അരച്ച് കറി വെക്കും. ഇതാണ് ടേസ്റ്റ് ഈ ചൂരയ്ക്ക് കേട്ടോ. അപ്പോൾ ഇങ്ങനെ നല്ല പച്ച ചൂരയാണ് ചൂരക്കുഞ്ഞ്, മാങ്ങാച്ചൂര. അത് 3 കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കട്ടിങ്ങും കറി മേക്കിങ്ങും ആണ് ഇന്നത്തെ വീഡിയോ കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. സാധാരണ മീൻ കട്ട് ചെയ്യുന്ന കണക്ക് തന്നെ ഇതിൻ്റെ സൈഡ് നമുക്ക് കട്ട് ചെയ്യാം. ചിറകെല്ലാം കട്ട് ചെയ്ത് കളയാം. 2 സൈഡും കട്ട് ചെയ്യാം. മൂന്നെണ്ണമല്ലേ ഉള്ളൂ, അപ്പം പെട്ടെന്ന് കട്ട് ചെയ്ത് ഇതിൻ്റെ തൊലി ഇരിക്കാം. ചിലർ ഇതിൻ്റെ തൊലി കളയത്തില്ല. നമുക്കിതിൻ്റെ തലയുടെ ഭാഗത്തൊന്ന് ചെറുതായിട്ടൊന്ന് വരഞ്ഞു കൊടുക്കാം. ഒന്ന് പൊട്ടിച്ചു കൊടുക്കാം തലയുടെ ഭാഗം. ചെറുതായതുകൊണ്ട് ഇച്ചിരി പാടാണ് കേട്ടോ ഉരിഞ്ഞെടുക്കാൻ. ഒരു സൈഡ് ഉരിഞ്ഞെടുത്തിട്ടുണ്ട്. അതുപോലെ അടുത്ത സൈഡ് നമുക്ക് ഉരിഞ്ഞെടുക്കാം. രണ്ട് സൈഡും ഉരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി എൻ്റെ കാല് കട്ട് ചെയ്യാം. തല, ചെകിള രണ്ടും ആദ്യമേ ഉരിഞ്ഞെടുക്കാം. അത് കഴിഞ്ഞിട്ട് ഈ ഭാഗം ഉണ്ടല്ലോ ഇവിടെ കട്ട് ചെയ്ത് തരാം. എന്നിട്ട് ചെകിള വലിച്ചെടുക്കാം. ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ അഴുക്കെല്ലാം അതിന് പോന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഇതിൻ്റെ കണ്ണെടുക്കത്തില്ല, അപ്പം കണ്ണിൻ്റെ ഭാഗം ഞാനങ്ങ് കളയണം. അടുത്തതും ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കാം. തലയുടെ ഭാഗം ഒന്ന് വരഞ്ഞു കൊടുത്തിട്ട് ഒന്ന് പൊട്ടിച്ചു കൊടുക്കണം. പിച്ചാത്തിയുടെ മുനമുണ്ട്, ഒന്ന് പൊട്ടിച്ചു കൊടുക്കാം. ഒരു സൈഡ് റെഡിയാക്കി കിട്ടി. അടുത്ത സൈഡ് ഇതുപോലെ ഉരിഞ്ഞെടുക്കാം. ഇത് ഉരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം.
അടുത്ത മീനും ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. 3 മീൻ ഞാനിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനകത്ത് കുറച്ച് ഉപ്പറിലിട്ടിട്ടുണ്ട് കേട്ടോ. നമുക്ക് എൻ്റെ കട്ടിങ് വീഡിയോസ് ഉണ്ടല്ലോ, ഫിഷ് കട്ടിങ് വീഡിയോസ് കുറേ ഉണ്ട്. അതിനകത്തൊക്കെ ഇതിനകത്ത് ഞാൻ തൊലി ഇട്ടാലും ഇച്ചിരി ഉപ്പിട്ട് കഴുകും കേട്ടോ. ഉപ്പിട്ട് കഴുകിയില്ലെങ്കിൽ ഒരു ബാഡ് സ്മെല്ല് വരും. അതുകൊണ്ട് ഉപ്പിട്ട് കഴുകിയാണ് ഞാൻ എടുക്കാറ്. തൊലി ഇരിക്കുന്നത് ചില തൊലി ഇരിക്കുന്ന മീൻ പിന്നെ കഴുകാറില്ല. കുറച്ച് സ്മെല്ലുണ്ടെങ്കിൽ അങ്ങ് പോകുമല്ലോ. ഇതിനെ കഴുകി കഷ്ണങ്ങളാക്കി എടുക്കുക. മീനെല്ലാം ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിൻ്റെ അരപ്പ് തയ്യാറാക്കാം. അരപ്പ് തയ്യാറാക്കാനായിട്ട് ഒരു മുറി തേങ്ങ ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണേ. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3 ടീസ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. മല്ലിപ്പൊടി ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ 5-6 ചുമന്നുള്ളിയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. എല്ലാം കൂടെ നമുക്ക് നല്ലതുപോലെ ഒന്ന് അരച്ചിട്ട് വരാം. അരപ്പ് നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് അരപ്പുകൾ ഒഴിച്ച് കൊടുക്കാം. ഒരുപാടങ്ങ് വെള്ളം പോലും ഇരിക്കരുത് കേട്ടോ. കറി ഇച്ചിരി കുറുകിയിരിക്കണം. അതനുസരിച്ചുള്ള വെള്ളം ഒഴിച്ച് കൊടുത്താൽ ലേശം വെള്ളം ഉണ്ടാവും. ഇത്രയും മതി. നമ്മൾ മാങ്ങയൊക്കെ ഇട്ട് വെന്ത് വരുമ്പോഴത്തേക്കും പരുവും കേട്ടോ. ഇനി ഇതിനകത്ത് ഇടുന്നത് ഒരു മാങ്ങയാണ്, ഒരു ഇടത്തരം വലിപ്പമുള്ള മാങ്ങ, പിന്നെ ഒരു 5 പച്ചമുളക്, പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ കുറച്ച് കറിവേപ്പില. ഇനി ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇത്രയും മതി. നമുക്കിത് സ്റ്റവിൽ വെച്ച് കൊടുക്കാം. അത് ഞാൻ സ്റ്റവിൽ വെച്ചിട്ടുണ്ട്. ഇത് തിളയ്ക്കാനൊന്നും കാത്തിരിക്കേണ്ട കേട്ടോ. കാരണം ഈ മീൻ മാംസത്തിന് കട്ടിയുള്ള മീനായതുകൊണ്ട് നമുക്ക് ഇതിലിപ്പം പുളിയൊക്കെ പിടിക്കണം. അപ്പോൾ ഈ സമയം തന്നെ നമുക്ക് കഷ്ണങ്ങളും ഇട്ട് കൊടുക്കാം. തിളയ്ക്കുന്നവരെ കാത്തിരിക്കേണ്ട, ചെറിയ മീനല്ലല്ലോ. ഞങ്ങളിവിടെ ഇതിനെ മാങ്ങാച്ചൂര എന്ന് പറയുന്നത് കേട്ടോ. മാങ്ങ ഇട്ട് വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇതുപോലെ തേങ്ങാക്കറി വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതുകൊണ്ട് മാങ്ങാച്ചൂര, കുട്ടിച്ചൂര എന്നൊക്കെയാണ് പറയുന്നത്. നിങ്ങളുടെ നാട്ടിൽ ഇതിന് എന്താണ് പേര്? ഇങ്ങനെ തന്നെയാണോ? മാങ്ങാച്ചൂരയെന്നോ കുട്ടിച്ചൂരയെന്നൊക്കെയാണോ പറയുന്നത്? നിങ്ങൾ ഈ കുട്ടിച്ചൂര കിട്ടിയാൽ അല്ലെങ്കിൽ മാങ്ങാച്ചൂര കിട്ടിയാൽ ഇങ്ങനെയാണോ കറി വെക്കുന്നത്? തേങ്ങ അരച്ച് മാങ്ങയൊക്കെ ഇട്ട് പച്ചമുളകൊക്കെ ഇട്ട്, ഇതാണോ നിങ്ങളുടെയും റെസിപ്പി? ഒന്ന് കമൻറ്റ് ചെയ്യണേ. പേരെന്താണ്? ഇങ്ങനെയാണോ കറി വെക്കുന്നതിനൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഒന്ന് വെന്ത് വറ്റി വരട്ടെ. കറി ഒന്ന് നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇത്രയും പോരാ, കുറച്ചും കൂടെ ഒന്ന് വറ്റി വരണം കേട്ടോ. ഇച്ചിരി എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരട്ടെ. അടച്ചു വെച്ച് കൊടുക്കുക. അങ്ങനെ നമ്മുടെ മാങ്ങാ ചൂരക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വറ്റി എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. അടിപൊളി ടേസ്റ്റിലുള്ള കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. മാങ്ങാച്ചൂര കിട്ടുന്നെങ്കിൽ നിങ്ങളും ഇതുപോലെയൊക്കെ തയ്യാറാക്കി നോക്കൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.